ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പക്ഷെ ഈ ഒരു പാലം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ? നമ്മുടെ ചെറുവണ്ണൂർ BSNL ഓഫീസിന്റെ തൊട്ടടുത്ത് മുതൽ പഴയ കരുണ ഹോസ്പിറ്റലിന്റെ മുന്നേ വരെ ആയിരിക്കും 800 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ പാലം വരാം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഈ ഒരു പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് കോഴിക്കോട് നഗരപ്രവേശനം ചെയ്യുന്ന എല്ലാവർക്കുമാണ്. പൊതുമരാമത്തിന്റെ കീഴിലുള്ള KRFBയുടെ മേൽനോട്ടത്തിൽ ULCC ആണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന 800 മീറ്റർ നീളവും 17 മീറ്റർ വീതിയുമുള്ള 4 വരി മേൽപ്പാലത്തിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് 5.5 മീറ്റർ വീതിയിലായിരിക്കും സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുക. എല്ലാത്തരം കൺസ്ട്രക്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ EPC മോഡലിലായിരിക്കും വർക്ക് നടക്കുക. 9 മാസം കൊണ്ട് മേൽപ്പാലം പണി പൂർത്തിയാക്കുകയും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് ഇതിനോടകം മന്ത്രി റിയാസ് പറയുകയുണ്ടായി. തീർന്നിട്ടില്ല കേട്ടോ. പാലത്തിന്റെ പണി പൂർത്തിയായാൽ ഉടൻ തന്നെ പാലത്തിനടിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ കണ്ണെത്താതിരിക്കാൻ പാലത്തിനടി ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചെറുവണ്ണൂരിൽ മേൽപ്പാലം വരുന്നതോടുകൂടിയും പാലം ദീപാലങ്കൃതമാക്കുന്നതോടെയും ചെറുവണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. ചെറുവണ്ണൂർ ബ്ലോക്കിൽ കെട്ടിക്കിടക്കുന്ന ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലത്തിന്റെ പണി സുഗമമായി പൂർത്തീകരിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്.